നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. യുഎഇയിൽ കാലാവസ്ഥ കടുക്കുകയാണ്. ഡ്രൈവർമാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം രംഗത്തെത്തി. ഇനി വരുന്ന ദിവസങ്ങളിൽ കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയുള്ളതിനാൽ വാഹനങ്ങൾ ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് യുഎഇ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. തിങ്കളാഴ്ച രാത്രി മുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി. ഗതാഗത നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. രാവിലെ യുഎഇ ഷാർജ റോഡിൽ കനത്ത ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. E11, E311, D62 എന്നിവിടങ്ങളിലും മറ്റു നിരവധി റോഡുകളിലും ഗതാഗത കുരുക്കുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. തിങ്കളാഴ്ച രാത്രി യുഎഇയുടെ ചില ഭാഗങ്ങളിൽ മഴ ലഭിച്ചതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുമുണ്ട്. തുടർന്ന് തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ചൊവ്വാഴ്ച മൂടൽമഞ്ഞിനും സാധ്യത കൽപ്പിച്ചു വരുന്നുണ്ട്. യുഎഇയിൽ പലയിടങ്ങളിലും മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടു വരികയാണ്. തണുത്ത കാലാവസ്ഥ തുടരുക തന്നെയാണ്. രാത്രിയിൽ തണുപ്പ് കൂടുതലായി അനുഭവപ്പെടുന്നു. റാസൽ ഖൈമ, ജബൽ ജൈസ് മലനിരകളിൽ 7.3 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില എന്നത്. ഒമാനിലും മൂടൽമഞ്ഞ് അനുഭവപ്പെടുകയുണ്ടായി. സൈക്കിൾ താപനില 5 ഡിഗ്രി സെൽഷ്യസ് വരെയായി മാറി. ദൂരക്കാഴ്ച കുറയുകയാണ്. വരും ദിവസങ്ങളിലും മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുകയുണ്ടായി. തീരദേശ പർവ്വത മേഖലകളിൽ കാറ്റ് ശക്തമാണ്. ഇതേ തുടർന്ന് കൃത്രിമ മഴ പെയ്യുന്നതിനുള്ള ഗവേഷണം യുഎഇയിൽ പുരോഗമിക്കുകയാണെന്ന് നാഷണൽ സെന്റർ മെറ്റീരിയോളജി ഡയറക്ടർ ഡോക്ടർ ഒമർ അൽ യസീദി പറയുകയുണ്ടായി. നിലവിൽ വിവിധയിടങ്ങളിലെ മഴമേഘങ്ങളിൽ ക്ലൗഡ് സീഡിംഗ് നടത്തിയാണ് യുഎഇയിൽ മഴ പെയ്യുന്നത്. പുതിയ സംവിധാനം അനുസരിച്ച് വിവിധയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന മഴമേഘങ്ങളെ വേണ്ട ഭാഗങ്ങളിൽ എത്തിക്കുകയോ കൃത്രിമ മഴമേഘങ്ങൾ സൃഷ്ടിച്ചോ നിശ്ചിത പ്രദേശത്ത് മഴ പെയ്യിക്കുകയാണ് ലക്ഷ്യം. അബുദാബിയിൽ ഇന്നലെ ആരംഭിച്ച 4ാമത് രാജ്യാന്തര റെയിൻ എൻഹാൻസ്മെന്റ് ഫോറത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതിക്ക് സൗരോർജ്ജം ഉപയോഗപ്പെടുത്തുന്നതിന്റെ സാധ്യതകൾ വിദഗ്ധർ പഠിച്ചു വരികയാണ്. ജുമൈറ എത്തിഹാദ് ടവറിൽ നാളെ വരെ നീളുന്ന ഫോറത്തിൽ ജലസുരക്ഷിതത്വത്തിനായി രാജ്യാന്തര വിദഗ്ധർ വിവിധ പദ്ധതികൾ അവതരിപ്പിക്കുന്നതായിരിക്കും. ഭാവിയിലെ ജലത്തിനായി ഒന്നിക്കൂ എന്നതാണ് പ്രമേയം. കഴിഞ്ഞ ദിവസങ്ങളിൽ യുഎഇയിൽ അനുഭവപ്പെട്ട ശക്തമായ മഴയ്ക്ക് പിന്നിൽ ക്ലൗഡ് സീഡിംഗ് ആയിരുന്നു ചെയ്തതെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി ഡയറക്ടർ ഡോക്ടർ ഒമർ അൽ യസീദി പറഞ്ഞു. സാധാരണ യുഎഇയിൽ ലഭിക്കുന്ന മഴയ്ക്ക് ആക്കം കൂട്ടാൻ ക്ലൗഡ് സീഡിംഗ് ഉപയോഗിക്കുകയായിരുന്നു. ഇതുമൂലം 35% മഴ കൂട്ടിയിട്ടുണ്ടെന്നും ഡോക്ടർ അൽ യസീദി വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.